ഫ്രണ്ട്സ്, നമസ്കാരം. എന്നോട് കുറേ പേരായി പറയുന്നു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് കാണിക്കാനായിട്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഏറ്റവും പ്രയാസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ്. ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. നമ്മൾ കൂടുതലും കോൺഫ്ലേക്സ് അല്ലെങ്കിൽ മ്യൂസ്ലി പോലെയുള്ളത് വാങ്ങി വെച്ച് അതാണ് ബിസി ഡേയ്സിൽ നമ്മൾ യൂസ് ചെയ്യാറ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് അതുപോലെ ഒരു മ്യൂസ്ലി റെസിപ്പിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ മ്യൂസ്ലി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലോ ഒക്കെ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. അത്ര പെട്ടെന്ന് വിശക്കൊന്നുമില്ല. പിന്നെ ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ ഓട്സിൻ്റെ കൂടെ ഏത് ഗ്രെയിൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതായത് വീറ്റ് ബ്രാൻ, അതുപോലെ ഫ്ലേക്സ്, കോൺഫ്ലേക്സ്, റാഗി ഫ്ലേക്സ്, മില്ലറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ബേസിക് മ്യൂസ്ലി റെസിപ്പിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. മ്യൂസ്ലി ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇന്ന് ബേസിക് മ്യൂസ്ലി റെസിപ്പിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിതിൽ എന്ത് വേരിയേഷൻസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്, മുഴുവനോടെയുള്ള ഓട്സ്. ഇതിപ്പോൾ 3 കപ്പ് റോൾഡ് ഓട്സ് ഉണ്ട്. ഈ റെസിപ്പിക്ക് നമ്മൾ ഇതുപോലെയുള്ള മുഴുവനോടുള്ള ഓട്സ് വേണം എടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാനിവിടെ ആൽമണ്ട്സ്, അതായത് ബദാം, അതുപോലെ വാൾനട്ട്സ്, ഈ 2 നട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രണ്ടും കൂടി 1/2 കപ്പാണുള്ളത്. ഇതിപ്പോൾ ഞാൻ രണ്ടും ചെറുതായി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് വാൾനട്ട് കുറവും ബദാം കൂടുതലുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്, അതുപോലെ ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കഴിക്കാനും എളുപ്പമുണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് സീഡ്സ് ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് മത്തങ്ങയുടെ കുരുവാണ്. നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന മത്തങ്ങയുടെ കുരു ഉണക്കി വെച്ചതാണിത്. അതാണ് ഞാൻ ചേർക്കണേ. അതിൻ്റെ കൂടെ ഞാൻ എള്ളാണ് എടുത്തിരിക്കുന്നത്. 2 സീഡ്സും കൂടി ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. എള്ള് വറുത്തിട്ടില്ല, രണ്ടും പച്ചയാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർക്കേണ്ടത്. ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരിയാണ്, ഒരു ഡ്രൈ ഫ്രൂട്ട് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് ആപ്രിക്കോട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. രണ്ടും കൂടി 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ആപ്രിക്കോട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ബെറീസ്, ഏത് ഡ്രൈഡ് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. വീട്ടിൽ തന്നെ വേണമെങ്കിലും ഡ്രൈഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കിയെടുക്കാം. ഓറഞ്ചൊക്കെ ആണെങ്കിലും വെറുതെ വട്ടത്തിലരിഞ്ഞ് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താലും മതി. കടയിൽ നിന്ന് വാങ്ങുന്ന ഡ്രൈഡ് ഫ്രൂട്ട്സിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. ഇപ്പം ഞാൻ ഫുൾ അരിഞ്ഞെടുത്തു. ഇനി അതിലേക്ക് ഉണക്കമുന്തിരി ചേർത്തു. ഇത് രണ്ടും നമുക്ക് വറുത്തെടുക്കണ്ട, അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. വറുത്തെടുക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഓട്സ് ആണ് ആദ്യം ചേർക്കണത്. ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ഓട്സിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഓട്സ് പോലെയല്ല. മുഴുവനോടുള്ള ഓട്സ് കുറച്ചുകൂടി അധികം സമയമെടുക്കും ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാനായിട്ട്. 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമുക്കറിയാം ഓട്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുഴുവനോടുള്ള ഓട്സ് കഴിക്കുമ്പോഴാണ് ആ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുക. അപ്പോൾ കഴിവതും ഇതുപോലെ മുഴുവനോടുള്ള ഓട്സ് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ എപ്പോഴും. റോൾഡ് ഓട്സ് അല്ലെങ്കിൽ ഓൾ ഓട്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കടകളിലും ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ മാറി വന്നു. പാത്രത്തിലേക്ക് മാറ്റാം. മ്യൂസ്ലി വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാതെയും ഉണ്ടാക്കാം. പക്ഷേ വറുത്തെടുക്കുമ്പോഴല്ലേ നമുക്കതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ.
ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അരക്കപ്പാണല്ലോ എടുത്തത്, അതിപ്പോൾ ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ആൽമണ്ട്സ് തന്നെ വേണമെങ്കിലും അരക്കപ്പ് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് നട്ട് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 നട്ട് എടുത്തു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 നട്ട് തന്നെ അരക്കപ്പായി കിട്ടും എടുക്കാം. ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്, 2-3 മിനിറ്റ് മതി ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടാൻ. സ്ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ഞാനിവിടെ സീഡ്സ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. സീഡ്സ് ഞാനിവിടെ നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന മത്തങ്ങയുടെ കുരു എടുത്തിട്ട് അത് കഴുകിയെടുത്ത് ഒന്ന് ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ആവശ്യം വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ റോസ്റ്റ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല, അപ്പം ഇപ്പോഴാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് റോസ്റ്റായി വരുമ്പോൾ ചെറുതായി ഒന്ന് പൊട്ടിത്തുടങ്ങും എള്ളും അതുപോലെ മത്തങ്ങയുടെ കുരും ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ വേണം നമുക്കത് ഗ്യാസിൽ നിന്ന് മാറ്റാൻ. ഇപ്പോൾ തന്നെ കളറൊക്കെ മാറി, നമുക്കത് പതുക്കെ മാറ്റാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഞാനിവിടെ ഓട്സ് ചേർത്തു. ഇനി അതിലേക്ക് നട്ട്സ് ചേർക്കാം. ഡ്രൈഡ് ഫ്രൂട്ട്സ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, അപ്പം അത് ചേർത്തു. ഇനി അതിലേക്ക് സീഡ്സ് കൂടി ചേർത്തു. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം എല്ലായിടത്തും എത്തണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ സ്വീറ്റ്നർ, അതായത് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ പ്രാവശ്യം കഴിക്കാനായിട്ട് എടുക്കുമ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ചേർത്താൽ മതി. ഇതിൽ ചേർത്ത് എടുത്തു വയ്ക്കേണ്ട ആവശ്യമില്ല. ഹോം മെയ്ഡ് മ്യൂസ്ലി റെഡിയായി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബേസിക് മ്യൂസ്ലിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്ത് വേരിയേഷൻ വേണമെങ്കിലും ചെയ്യാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ നട്ട്സ്, സീഡ്സ്, അതൊക്കെ അളവും മാറ്റം വരുത്താം. അതുപോലെ ഏത് നട്ട്സും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ ഇരുന്നോളും. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് തൽക്കാലം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് എടുക്കാം. ഇതിന് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് എപ്പോഴാണ് ആവശ്യമെങ്കിൽ അപ്പോഴെടുത്ത് നമുക്ക് പാലിലോ ഇങ്ങനെയാണെങ്കിൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയണ്ടായിരുന്നില്ല ഈ മ്യൂസ്ലി ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണെന്ന്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഷോപ്പിൽ നിന്ന് ഒരു റോസ് ഫ്ലേവറുള്ള മ്യൂസ്ലി വാങ്ങിച്ചു. അപ്പോൾ അത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര റോസിൻ്റെ ഒരു ഫ്ലേവറും എസെൻസും പെർഫ്യൂമിൻ്റെ മാതിരത്തെ സ്മെല്ലും. അപ്പോൾ ഞാൻ അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ കൂടുതലും കളറും അങ്ങനെ എല്ലാം മിക്സ്ഡാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലും ഭയങ്കര മായമുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ മ്യൂസ്ലിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത്. വളരെ എളുപ്പമാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാനത് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഒരു ബൗളിലേക്ക് ആവശ്യമുള്ള മ്യൂസ്ലി എടുക്കുക. അതിലേക്ക് പാല്, ചൂടോടെയുള്ള പാല് ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് സ്വീറ്റ്നർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് ചേർത്തും കഴിക്കാം. അപ്പോൾ സ്വീറ്റ്നറായിട്ട് ഞാനിവിടെ ജസ്റ്റ് കുറച്ച് ഹണി ഒന്ന് സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ ഇത് കഴിച്ചാൽ ശരിക്കും നമുക്ക് ഉച്ചയ്ക്കും വരെ ഫുഡൊന്നും വേറെ കഴിക്കേണ്ടി വരില്ല. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ജോലിക്ക് പോണവർക്കൊക്കെ ഇത് ആകെ ഒരു 10-15 മിനിറ്റ് മതി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ബിസി ഡേയ്സിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ്. വളരെ ഈസിയാണ്. അപ്പം മ്യൂസ്ലി റെസിപ്പി കണ്ടില്ലേ, എളുപ്പമാണ്. ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇത് വെച്ചിട്ടും പല ഡിഷസും ഉണ്ടാക്കാം. ഇനി വരുന്ന എപ്പിസോഡുകളിൽ പല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അത് മിസ് ചെയ്യാതെ കാണുക. നന്ദി, നമസ്കാരം.